കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ രീതിയിൽ ട്വിസ്റ്റുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. എംഎൽഎമാർക്ക് പുറമെ ഇപ്പോൾ രാഷ്ട്രീയത്തിന് പുറത്ത് സമുദായ വിഭാഗത്തിന്റെ പിന്തുണ കൂടി കെ.സി. വേണുഗോപാലിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി സമസ്ത കാന്തപുരം വിഭാഗം കൂടി കെ.സി. വേണുഗോപാലിന് പിന്തുണ നൽകിയതോടെ വി.ഡി. സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും മുഖ്യമന്ത്രി മോഹങ്ങൾ പൊലിയുകയാണോ എന്ന സംശയം ഉയരുകയാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ട് കെ.സിക്ക് പിന്തുണയറിയിച്ച് സമസ്ത കാന്തപുരം വിഭാഗം കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തയച്ചതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം. ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ കെ.സി. വേണുഗോപാലിന്റെ നേതൃപാടവം കണ്ടിട്ടുണ്ട് എന്നും ഹൈക്കമാൻഡിന് കാന്തപുരം വിഭാഗം അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കെ.സി. മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്ന് സമസ്ത കാന്തപുരം വിഭാഗം പ്രതികരിച്ചിട്ടുണ്ട്. ദേശീയ നേതാവായ കെ.സി. തന്നെ കേരളത്തിലും പാർട്ടിയെയും സർക്കാരിനെയും നയിക്കാൻ യോഗ്യനാണ് എന്നാണ് സമസ്ത കാന്തപുരം വിഭാഗം പറയുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ ഏകോപിപ്പിക്കാൻ ഡൽഹിയിൽ നിന്നെത്തിയ നിരീക്ഷക സംഘം കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയത്. 2 ദിവസം തലസ്ഥാനത്തുണ്ടായിരുന്ന സംഘം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും നിയുക്ത എംഎൽഎമാരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലും അവർ പങ്കെടുത്തു. ഘടകകക്ഷി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. 63 എംഎൽഎമാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിരീക്ഷക സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമായ ഒരു കാര്യം, ഭൂരിഭാഗം എംഎൽഎമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് എന്നാണ്. ആകെയുള്ള 63-ൽ 47 എംഎൽഎമാരും കെ.സി. മുഖ്യമന്ത്രിയായി എത്തണമെന്നാണ് ഹൈക്കമാൻഡ് സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കെ. സുധാകരനും വയലാർ രവിയും വി.എം. സുധീരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും കെ.സിക്ക് അനുകൂലമായി കത്ത് നൽകിയിട്ടുണ്ട്. എ.ഐ.സി.സി. നിരീക്ഷക സംഘം ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഡൽഹിയിൽ ചർച്ച നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി കെ.സി. തന്നെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഹൈക്കമാൻഡിന് മുന്നിലുള്ള പേരുകളിൽ ഭൂരിപക്ഷം കെ.സിക്കാണ് എന്നതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നുമില്ല. കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണയുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. ഹൈക്കമാൻഡുമായി ചർച്ചകൾക്ക് വി.ഡി. സതീഷിനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലുണ്ട്. എ.ഐ.സി.സി. നിരീക്ഷകരുടെ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ മൂവരോടും ഹൈക്കമാൻഡ് ഡൽഹിയിലെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ കെ.സിക്കായതിനാൽ കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാലും പിന്നെയും പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന ശക്തമായ നിലപാട് സതീശൻ സ്വീകരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ഇത് പാർട്ടിക്കുള്ളിൽ പുതിയ അന്തചിത്രങ്ങൾ ഉണ്ടാക്കുമോ എന്ന സംശയവുമുണ്ട്. അതേസമയം ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടെ നേതാക്കൾക്കായി പ്രവർത്തകർ തെരുവിൽ ചേരിതിരിഞ്ഞ് പ്രകടനങ്ങളും നടത്തിവരികയാണ്. ഇതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. അതൃപ്തി പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നേതാക്കൾ പരസ്യമായി നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തലയുടെയും വി.ഡി. സതീഷിന്റെയും അനുയായികളാണ് ഏറ്റവും കൂടുതൽ തെരുവിൽ തല്ലുന്നത്, ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നത്. പക്ഷേ എ.ഐ.സി.സിയുടെ നിർദ്ദേശം ഉള്ളതിനാലും ഹൈക്കമാൻഡിൽ നിർണായക സ്വാധീനം ഉള്ളതിനാലും കെ.സിയുടെ ആളുകൾ കൂടുതലായും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന രീതിയിലാണ് കെ.സി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. അതെന്തായാലും കെ.സിക്ക് അനുകൂലമാകുമെന്നാണ് നിലവിലെ കേരളത്തിലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.